ഞാനിപ്പോൾ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷത്തോളമായി. ഈ ഒരു 1.5 വർഷത്തിൽ ഞാൻ 3 ടൈപ്പ് ആൾക്കാരാണ് ജിമ്മിൽ കണ്ടിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ആൾക്കാർ വർക്കൗട്ടിൽ ഫോക്കസ് ആയിട്ടുള്ള ആൾക്കാർ. ഇവർ ജിമ്മിൽ പോകുമ്പോൾ അവർക്കൊരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടാവും. ഇവർ ജിമ്മിൽ പോകുന്നത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാനായിരിക്കും. വേറെ ഡിസ്ട്രാക്ഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓവറായിട്ട് ആൾക്കാരായിട്ട് സംസാരിച്ചിരിക്കൂല, ഓവറായിട്ട് ഫോണിൽ സ്ക്രോൾ ചെയ്തിരിക്കൂല. എന്താണോ പർപ്പസ്, ജിമ്മിൽ വന്ന പർപ്പസ്, അത് ഫോളോ അപ്പ് ചെയ്യും, അത് ചെയ്യും. അത് ചെയ്തിട്ട് വീട്ടിൽ പോകും, പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എടുക്കും, ഫോളോ അപ്പ് കാര്യങ്ങളെല്ലാം ചെയ്യും. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളും ഞാൻ തന്നെയാണ്. സെക്കൻഡ് ടൈപ്പ് എന്ന് വെച്ചാൽ ലേസി പീപ്പിൾസ്. ഇവർ ജിമ്മിൽ വന്നത് വർക്കൗട്ട് ചെയ്യാനാണ്. പക്ഷേ ഒരു വർക്കൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അവർ എന്ത് ചെയ്യും? ഫോണിൽ സ്ക്രോൾ ചെയ്യും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബൈസിന് 2 സെറ്റ് അടിച്ച് കഴിയുമ്പോൾ ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉടനെ ഫോൺ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യും, റീൽസ് ഇങ്ങനെ കുറേ കണ്ടുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരു 10-20 റീൽസ് കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യും? അടുത്ത സെറ്റ് അടിക്കും. നല്ലോണം ഫോക്കസ്ഡ് ആയിട്ടൊക്കെ അടുത്ത സെറ്റ് അടിക്കും. പിന്നെയും ആ ഒരു സെറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പിന്നെ സ്ക്രോളിംഗ് ആയിരിക്കും. അത് കുറേ ഇങ്ങനെ നടന്നും തിരിഞ്ഞും കിടന്ന് സ്ക്രോൾ ചെയ്ത് സമയം കളയും. അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് തീർക്കണ വർക്കൗട്ട് അവർ ഈ ഫോണിൽ സ്ക്രോൾ ചെയ്ത് അവർ തീർക്കുമ്പോൾ ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ ആവും. മൂന്നാമത്തെ ടൈപ്പ് എന്ന് വെച്ചാൽ ഒരു ഗോളും ഇല്ലാത്ത ആൾക്കാർ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പം അവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും നല്ലൊരു ഫിസിക്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക ബോഡി ഷേപ്പ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും അതുപോലെ ആവണമെന്നും പറഞ്ഞ് ജിമ്മിൽ പോണവർ. അവരുടെ മെയിൻ ഗോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് വിത്തിൻ സം ഡേയ്സിൻ അല്ലെങ്കിൽ സം മന്ത്സിനുള്ളിൽ അവർക്ക് ആ ഒരു ഫിസിക്ക് അച്ചീവ് ചെയ്യണം. അതായിരിക്കും അവരുടെ മെയിൻ ഗോൾ. സോ അത് നോട്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അത്, പക്ഷേ അവരുടെ ഗോൾ അതായിരിക്കും. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ച് അവർ നേരെ ജിമ്മിലേക്ക് പോകും. ഒരാഴ്ച നല്ലോണം ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിട്ട് മിററിൽ പോയി നോക്കും, ചേഞ്ച് ഇല്ല. 2ാമത്തെ ആഴ്ച വർക്കൗട്ട് ചെയ്യും, നല്ലോണം വർക്കൗട്ട് ചെയ്യും, ചേഞ്ച് ഇല്ല. 1 മന്ത് വർക്കൗട്ട് ചെയ്യും, ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ നിർത്തും. സോ ഈ ഒരു 3 ടൈപ്പ് ആൾക്കാരാണ് ബേസിക്കലി നമ്മുടെ എല്ലാവരുടെ ജിമ്മിലുള്ളത്. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഓവറോൾ ഒരു ലേസിനെസ് നമ്മുടെ ലൈഫിൽ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മടി ഫീൽ ചെയ്യുന്നത്? അതിൻ്റെ മെയിൻ റീസൺ തന്നെ നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈലാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ബോഡിക്ക് സ്ലീപ്പ് കൊടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോയിട്ട് ഒരു കാര്യമില്ല. അത് ഞാൻ തുറന്നു പറയാം. കാരണം നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് നമുക്ക് റിക്കവർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് സ്ലീപ്പ് നമ്മുടെ ബോഡിക്ക് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ എത്രത്തോളം പ്രോട്ടീൻ കഴിച്ചാലും അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ ഗുഡ് ഫുഡ് കഴിച്ചാലും നമ്മുടെ ആ ഒരു മസിൽസ് റിക്കവർ ആവില്ല. ഒരു പരിധി വരെ ആവുള്ളൂ. നമ്മുടെ ബോഡിക്ക് നമ്മളൊരു പ്രോപ്പർ സ്ലീപ്പ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓവറോൾ പെർഫോമൻസിനെ അത് അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ ജിമ്മിലായിക്കോട്ടെ, നിങ്ങളുടെ ഓവറോൾ നിങ്ങളുടെ ഡെയിലി പെർഫോമൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ വർക്കിൻ്റെ പെർഫോമൻസ് ആയാലും എല്ലാത്തിനെയും അത് അഫക്റ്റ് ചെയ്യും. സോ ഗുഡ് സ്ലീപ്പ് എപ്പോഴും കൊടുത്താൽ അത് നമ്മുടെ ജിമ്മിൽ നമ്മളെ ലേസിനെസ് ആണേനും അത് ഹെൽപ്പ് ചെയ്യും. കുറച്ചും കൂടി നമുക്ക് ആക്റ്റീവായിട്ട് നിൽക്കാനും അതുപോലെ തന്നെ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മളെ പ്രോപ്പർ സ്ലീപ്പ് കൊടുത്തു കഴിഞ്ഞാൽ. ലേസിനെസ് വരാനുള്ള വേറൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ക്വിക്കായിട്ടുള്ള റിസൾട്ട് ആലോചിച്ചുകൊണ്ടിരുന്നിട്ടാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ജിമ്മിൽ പോകണം എന്തിനാ? നമുക്ക് ഫിറ്റ് ആൻ ഓവറോൾ നമ്മുടെ ഫിസിക്ക് സെറ്റ് ആക്കാനോ അതുപോലെ തന്നെ നമ്മുടെ മെന്റലി നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആവാനാണ് നമ്മൾ ബേസിക്കലി ജിമ്മിൽ പോകുന്നത്. അതാണ് എല്ലാവരും ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് വെച്ചാൽ. അല്ലെങ്കിൽ നമ്മളൊരു ഷർട്ട് ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു ടീഷർട്ട് ഇടുമ്പോൾ അത്യാവശ്യം ഫിറ്റ് ആയിട്ടിരിക്കുക, അതൊക്കെയാണ് നമ്മുടെ ഓവറോൾ ഡ്രീം എന്ന് വെച്ചാൽ. അപ്പോൾ ഈ ഒരു ഗോൾ കൊണ്ട് ജിമ്മിലേക്ക് പോകുമ്പോൾ നമ്മൾ ക്വിക്ക് റിസൾട്ട് പ്രതീക്ഷിച്ച് പോകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളൊരു 2 മന്ത്സ് അല്ലെങ്കിൽ 3 മന്ത്സ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു 1 വീക്ക് ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ റിസൾട്ട് വന്നുവെന്ന് ആൾക്കാർ വിചാരിക്കും. ചിലപ്പോൾ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത്സ് ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ റിസൾട്ട് ഉണ്ടാവില്ല. അങ്ങനെ റിസൾട്ട് ഉണ്ടാണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? നോർമലായിട്ട് സ്റ്റോപ്പ് ചെയ്യും. ജിമ്മിൽ പോകാൻ എല്ലാവർക്കും എളുപ്പമാണ്. നമ്മൾ ആ ഒരു അഡ്മിഷൻ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്യാം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇത് കൺസിസ്റ്റന്റ് ആവാനാണ് ഇവിടെ പ്രശ്നം വരുന്നത്. ചിലപ്പോൾ നമുക്കൊരു 1 മന്ത് ഒക്കെ പോകാൻ പറ്റും, പക്ഷേ അത് കഴിയുമ്പോൾ നമുക്ക് പതിയെ ലേസിനെസ് അടിച്ചു തുടങ്ങും. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോണ ഈ ഒരു ലേസിനെസ് നമുക്ക് എങ്ങനെ ഒരു പരിധി വരെ നമുക്കൊന്ന് കുറക്കാം അല്ലെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യാന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരിക്കലും പറയാനുള്ള ഞാൻ ഈ പറഞ്ഞ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഓവറോൾ നിങ്ങളുടെ മടീനെ എടുത്ത് മാറ്റാൻ പറ്റുന്ന കാര്യമൊന്നും ഞാൻ ഒരിക്കലും പറയാനുള്ള. നിങ്ങൾക്ക് നിങ്ങളുടെ ലേസിനെസ്സിനെ കില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവറോൾ നിങ്ങളുടെ മൈൻഡ് കൺട്രോൾ ആക്കണം. സോ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റ് കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഓവർ സ്കിന്നി ആയിട്ടുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ഫാറ്റ് ആയിട്ടുള്ള ആളാണെങ്കിലും നിങ്ങൾ ജിമ്മിൽ പോയി പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, അതൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ മൈൻഡിനൊന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം അടിപൊളിയായിരിക്കും എന്നുള്ള ആ ഒരു കാര്യം. അതായത് നമ്മളിപ്പോൾ ഒരു ടീഷർട്ട് ഇടുമ്പോൾ അത്യാവശ്യം നല്ലോണം ഫിറ്റ് ആയിട്ടിരിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് പിന്നെ ക്രൗഡിനെ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ കോൺഫിഡൻസ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലാത്ത ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ആ ഒരു ഗ്രേറ്റ് ഫിസിക്ക് അച്ചീവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഗ്രേറ്റ് ബോഡി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇപ്പം നല്ല ഫാറ്റ് ആയിട്ടുള്ള ആൾ ഓവറോൾ ആ ഒരു ഷേപ്പ് ഗെറ്റ് ഇൻ ഷേപ്പിലേക്കൊക്കെ വരുമ്പോൾ ആ ഒരു ഫീലിംഗ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക. അടുത്ത് നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടും, നമ്മൾ കൺസിസ്റ്റന്റ് ആണെങ്കിൽ മാത്രം. രണ്ടാമത്തെ കാര്യം, ജിമ്മിൽ പോകുമ്പോൾ ഫോൺ എടുക്കാണ്ടിരിക്കുക. ഇതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ
നമുക്ക് വരുന്ന ഓവറോൾ ഡിസ്ട്രാക്ഷൻസ് എല്ലാം അതിലൊരു 50 to 60% നമ്മുടെ ഫോണിൽ നിന്നാണ്. സോ നമ്മൾ ആ ഒരു ഫോൺ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ജിമ്മിലുള്ള ലേസിനെസ്സിനെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആക്ച്വലി നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് ഫോണിന്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ എന്താ അവിടെ ചെയ്യണം? ഒരു ഡീപ്പ് വർക്കാണ്. ആ ഒരു വർക്കിന്റെ ഇടയിൽ നമുക്ക് ഡിസ്ട്രാക്ഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മുടെ ഫോൺ നമ്മൾ കൊണ്ടുപോകാണ്ടിരിക്കുക ജിമ്മിൽ. ഇത് ജിമ്മിൽ ഓവറോൾ ലേസിനെസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ചെയ്താൽ മതി, അല്ലാത്തവർ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ലേസിനെസ്സിനെ അതേപോലെ തന്നെ എടുത്ത് മാറ്റാൻ പോകുന്നില്ല. ഇതിന്റെ ബാക്കിൽ നിങ്ങളുടെ ഓവറോൾ നിങ്ങളുടെ പെർഫോമൻസും അതുപോലെ തന്നെ ഓവറോൾ നിങ്ങളുടെ മൈൻഡ് കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലേസിനെസ്സിനെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇതുപോലത്തെ സെൽഫ് ഇംപ്രൂവ്മെന്റ് വീഡിയോസ് ആയിരിക്കും നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാണ്ട് പോകുന്നത്. സോ ദാറ്റ്സ് ഓൾ.